സീനുകൾ ഈ വോളിൽ പ്ലേ ചെയ്യും. ഓരോ താരത്തിൻ്റെ ഈ ശബ്ദങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. ഞാനൊരു സൈഡിൽ നിന്നുകൊണ്ട് ഓരോ താരത്തിനും വേണ്ടി ഡബ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ശബ്ദം കൊടുക്കാനുള്ള അവരുടെ ചുണ്ടുകളുടെ ചലനത്തിനനുസരിച്ച് ലിപ്സിങ്ങിനനുസരിച്ച് ഡബ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ആ ശ്രമത്തിനാണ് നിങ്ങൾ കയ്യടിക്കേണ്ടത്. നേരത്തെ പാട്ടിനും ഡാൻസിനും നിങ്ങൾ കൊടുത്ത കയ്യടി ഞാൻ ബാക്ക് സ്റ്റേജിൽ നിന്ന് ആസ്വദിച്ചു. ആ ഒരു കയ്യടി എനിക്ക് സ്ട്രൈറ്റ് ആയിട്ട് നേരിട്ട് തരാമോ? നമ്മുടെ തൃശ്ശൂർക്കാരാണ്. തൃശ്ശൂർ പൂരം വെടിക്കെട്ടാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വെടിക്കെട്ട്. ആ ഒരു വെടിക്കെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാവണം തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ ഈ കയ്യടിയും പ്രോത്സാഹനവും. പഴയ താരങ്ങളിൽ നിന്നും പുതിയ താരങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. ആ താരങ്ങളുടെ ശബ്ദങ്ങൾ ഓരോന്നും 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കയ്യടി അറിയിച്ചാലാണ് അടുത്ത താരത്തിലേക്ക് 30 എണ്ണം വരെ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടുതൽ പറയുന്നില്ല, നമുക്ക് ആ ഒരു സ്പോട്ട് ഡബിങ്ങിലേക്ക് കിടക്കാം. നസീർ സാറിലാണ് തുടങ്ങുന്നത്. പ്ലീസ് പ്ലേ ദ വീഡിയോ. എല്ലാം ഞാൻ മനസ്സിലാക്കണം. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ നേരമ്മാമ എൻ്റെ മുമ്പിൽ നിൽക്കണമേ. എല്ലാം എനിക്ക് ചൊല്ലിത്തരാൻ. എൻ്റെ അമ്മാവൻ്റെ മകൻ ജയിക്കണം, ഞാൻ തോൽക്കണം. എൻ്റെ മകന് വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ മരുമകളെന്ന നിലയ്ക്കാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളവരാണ് ഞാൻ. എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ പറയുന്നു, പിരിഞ്ഞു പോകൂ, പിരിഞ്ഞു പോകാൻ, കൈയടിക്കാൻ. What did you say? Beggars. Maybe we are poor. Coolies. Trolley players. But we are not beggars. ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്നും പറിച്ചെടുത്തതാണ് ഈ പുസ്തകം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരവും പളങ്കിലുണ്ട്. എൻ്റെ നായിക ശാരദയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റാൻ കഴിയും. ആത്മഹത്യ കൊലപാതകമാക്കി മാറ്റാൻ കഴിയുമോ സ്വാമി? എൻ്റെ അപ്പൻ സായിപ്പിനെ കൊന്നിട്ട് കഴിമരത്ത് കയറുന്ന കാലത്ത് ഈ നിൽക്കുന്ന കുടുംബ മഹിമക്കാരൻ കുന്നേമത്തച്ഛൻ്റെ അപ്പനും വെമ്പടയ്ക്കും ബ്രണ്ണൻ സാഹിബിന്റെ ബംഗ്ലാവിലാ പണി. ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ചെണ്ട്, റീത്ത്, ഹാര, നോട്ടുമാല, ഹാരജ്ഞ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ളവൻ, ഈശ്വരനെ അറിയുന്നവൻ എന്നാണ് അർത്ഥം. സംഗീതം ഈശ്വരനാണ്, താൻ സംഗീതം അറിയുന്നവനാണ്. ക്ലച്ച് താങ്ങി ഗിയർ മാറ്റി ആക്സിലേറ്റർ കൊടുത്താലേ വണ്ടി സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും കണ്ട് റോട്ടിലായിരിക്കണം. ഊട്ടിയിലെ കുതിരയെ പോലെ സ്ട്രേറ്റ് സ്ട്രേറ്റ്. പിശുക്കനോ ഞാനോ? പിശുക്കെന്താ ജീവിതത്തിൽ അറിയാത്ത എന്നോടാ താൻ. 2000 രൂപ പെട്രോൾ അടിച്ചോ? പിന്നെ അതിൽ 100 രൂപയ്ക്ക് ഫുൾ അടിച്ചോ? ഇപ്പോഴല്ല, അതവിടുത്തെ എടുത്തതിന് ശേഷം. അപ്പൊ എൻ്റെ കയ്യില് പിന്നെ ഞാനത് ഒളിപ്പിച്ച് വെക്കുമല്ലോ. അപ്പൊ എൻ്റെ കയ്യിൽ കാണൂലല്ലോ. എടാ, നിന്റെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ നീ ഇത് ഒളിപ്പിക്കുന്നത്. ഒളിപ്പിച്ച് വെക്കുന്നോണ്ടാണല്ലോ എൻ്റെ കയ്യിലില്ലാന്ന് പറഞ്ഞത്. നീ അത് ഒളിപ്പിക്കുമ്പോൾ നിനക്കറിയാമല്ലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരും അറിയരുതെന്നാ പറഞ്ഞത്. എൻ്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എൻ്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ. എൻ്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ച് വെച്ചില്ലേ. കയ്യടി കുറയ്ക്കരുത്. 30 എണ്ണം ഉത്സാഹമാവട്ടെ. ഇയാളൊരുത്തം കാരണം എനിക്ക് വായിക്കരുതിയായി 2 ഇഡലി പോലും കഴിക്കാൻ പറ്റാതായി. എടോ, തനിക്ക് സിനിമയിൽ മസിലുരുട്ടി കാണിച്ച കോടികൾ കിട്ടും. ഈ പാവപ്പെട്ട കേശവന്മാർ ഉരുട്ടി കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? നീസമാധവൻ എൻ്റെ കരിയറിന് ശരിക്കും മലയാള സിനിമയിൽ ഉറപ്പിച്ചു നിർത്തി. പിന്നീടുള്ള യാത്രയ്ക്ക് വലിയ ഇന്ധനമായി. 1-2 പരാജയങ്ങളൊന്നും എൻ്റെ കരിയറിനെ ബാധിക്കാത്ത വിധത്തിൽ ഉറച്ച അടിത്തറ നീസമാധവൻ ഉണ്ടാക്കി തന്നു. ജോർജ് കുട്ടിക്ക് അത് കൊണ്ടുകളയാൻ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, അയാളുടെ വീട്ടിൽ നിന്ന് 3 മണിക്കൂർ യാത്ര ചെയ്താൽ ഫോറസ്റ്റ് ഏരിയയാണ്. പോലീസ് ആ സാധ്യതയും പറ്റുന്നത് പോലെ പരിശോധിച്ചു. 2 തവണ കോടതിയുടെ അനുവാദത്തോടെ അയാളെയും കുടുംബത്തെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഒന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഇനിയൊരു സോളിഡ് പ്രൂഫ് ഇല്ലാതെ കോടതിയിലേക്ക് വരരുതെന്ന് കോടതി താക്കീതും നൽകി. മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലെത്തിയ ഞാനടക്കമുള്ള കലാകാരന്മാരും ഇനി സിനിമയിൽ വരാനുള്ള മിമിക്രി കലാകാരന്മാരും ഒത്തുചേരുന്ന ഒരു അപൂർവ സംഗമം. ഈ പ്രോഗ്രാമിന്റെ സംവിധാന ചുമതല നിർവഹിക്കുന്നത് ഞാനാണ്.
എന്റെ രാമൻകുട്ടി ഞാനൊരു 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറെടുത്തേന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്തുനിന്ന് എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ. അയ്യോ, നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചത് നമുക്കിപ്പോൾ ചാനൽസ് കൂടെയുള്ള ചാനലൊക്കെ ഏകദേശം പ്രീ ഡിഗ്രിയും കോളേജും ഒക്കെ കഴിഞ്ഞ് PhD എടുത്ത ചാനൽസ് അവിടെ മൊത്തം. അപ്പോൾ UKG കയറി 1ാം ക്ലാസ്സിൽ കയറുന്നേ ഉള്ളൂ. പക്ഷെ ഈ കുട്ടിയോട് ഇത്രയും സ്നേഹം ജനങ്ങൾക്കുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത് സത്യം പറയാം. പണത്തിന്റെ ബാധ്യതകൾ തീർന്ന പിന്നെ ഇവിടെ നിന്ന് ആരും കൊച്ചു ത്രേശി തിരിഞ്ഞു വന്നേക്കരുത്. കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധങ്ങൾ മുഴുവൻ. मैंने सोचा मेरा पीछे आप है, इसलिए मैंने बोला हुक डालो. उस समय ये बेसरमीन आदमी ने हुक डाल दिया. ഒരുപാട് സന്തോഷമുണ്ട്. സിനിമയിൽ വന്നിട്ട് പല കാറ്റഗറിയിലുള്ള അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. തുടക്കത്തിൽ പുതുമുഖ നടിയിൽ തുടങ്ങി മികച്ച നടിയിലുള്ള അവാർഡ്സ് വരെ. ഇതിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവാർഡ്. വളരെ സന്തോഷമുണ്ട്. എന്നും ഗുരുവായൂർ കുളിച്ചു തൊടാന്നുള്ള അതിമോഹം കൊണ്ടാണ് ഞാനിങ്ങോട്ട് പുറപ്പെട്ടത്. ആ കേശവൻ നായരുടെ കൂടെ അതിതുവരെ നടന്നിട്ടില്ല. പകരം ഗുരുവായൂരപ്പം തന്ന നിധിയെ ഇതെന്ന് ഞാനോട് വിശ്വസിച്ചോട്ടെ. ആനയുടെ ചവിട്ടിലും മാത്രമല്ല, നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കട പറ്റി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മില്ലാത്തൊരു കൊച്ചിന്റെ കല്യാണം ഇവിടെ. പന്തല്ല ആനയെ നല്ല അമ്പാരി പിടിക്കിട്ട് ഒക്കെ ഉണ്ടാവും. വിമൽ സാറ് നല്ല മനസ്സാണെന്നും വിമൽ സാറിന് കുറെ പൈസയൊക്കെ ഉണ്ടെന്നും വിമൽ സാറ് നന്നായി ഓടും ചാടും, നന്നായി പാട്ട് പാടും. പാട്ട് വേണ്ടല്ലേ? അപ്പൊ കാശും ഇല്ല സ്നേഹവും ഇല്ല. വേറൊരുത്തന്റെ കയ്യിലിരിക്കുന്ന കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കണ്ടല്ലേ ഈ കച്ചവടം. അതൊരു കലയല്ലേ? അതിന് നീ കലി കൊണ്ടിട്ട് വല്ല കാര്യം ഉണ്ടാ? ഞാൻ പന്നെ കഴിവറ പോലെ നീ അല്ല കച്ചവടം പഠിപ്പിക്കാനാണ്. അന്ന് പറയാൻ പറ്റില്ലായിരുന്നു. താങ്ക്സ്. അതെ, ബെനറ്റ് മുതലാളിയുടെ ഡോബർമെന്റ് കുട്ടിയിൽ പടക്കം വെച്ച് പൊട്ടിച്ച് നിസ്സാര കേസിനുണ്ട് മകേഷ് ഏട്ടാ. അവരിന് തല്ലിയിട്ടില്ല. അതുകൊണ്ട് എറണാകുളത്ത് പോയി ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചു. പ്രണയത്തിന്റെ കാര്യത്തിൽ സമയം ഒരു കിടകമേയല്ല. നമ്മുടെ ലൈഫ് പാർട്ട്ണറാകും ഒരാളെ കണ്ട നമ്മളറിയാതെ നമ്മുടെ ഹൃദയം കേരളത്തിലെ ജനങ്ങൾ ആരോപണങ്ങളെയും ആരോപണങ്ങളോടൊപ്പം തന്നെ ആരോപണങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് തീരുമാനമെടുക്കാനും മറ്റാരേക്കാളും മുൻപന്തിയിലാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞങ്ങൾ നേരിട്ടവരാണ്. ക്രൂരമായ മർദ്ദനവും അതേപോലെ തന്നെ തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില. താങ്ക് യു. ലാസ്റ്റ് ഒരു പാട്ടാണ്. സൗണ്ട് തോമയിലെ ദിലീപന്റെ ശബ്ദം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാനൊരു പാട്ടുകാരനല്ല. സൗണ്ട് തോമയിലെ ആ ഒരു ശബ്ദം. ആരെങ്കിലും കേട്ടാ കാഞ്ഞിങ്ങ തീഞ്ഞിങ്ങ പൂഞ്ഞിങ്ങ തീച്ചിങ്ങ ഈ തീക്കാതെ പിന്നെ വന്നേ എന്റെ പൊന്നോ. എന്നാൽ ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ കിന്നര കോമലന, പല കാമിനിമാരുടെ കാമുകന, പണ്ട് ഞാനൊരു വീരന. ഈശ പഠിക്കാൻ ചാരൂക്കാൻ, നന്മത്തിൽ പിടിക്കാൻ സൽമാൻ ഖാൻ, ഫൈറ്റിൽ ഞാനൊരു ജാക്കി ചാൻ, ഫൈറ്റിൽ അമിതാഭ് ബച്ചന. സ്റ്റൈലിൽ ഞാനൊരു രജനി, പവറിൽ ഞാനൊരു ഗജനി, ഞാൻ
ഡാൻസിൽ മൈക്കിൾ ജാക്സൺ, ആക്ടിൽ ഞാനൊരു ഭ്രാന്തനായി. എന്നെ കണ്ടൊരു ഫോറിൻ തടിയൻ ഡാൻസ് കളിച്ചപ്പോൾ അത് ഓപ്പൺ ഗണ്ണൻ സ്റ്റൈൽ. ഇതെന്നാ തോമസ് സ്റ്റൈൽ, അത് ഓപ്പൺ ഗണ്ണൻ സ്റ്റൈൽ. ഇതെന്നാ തോമസ് സ്റ്റൈൽ. ഇഷ്ടപ്പെട്ടോ? ഒരുപാട് സന്തോഷം.